അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് പറഞ്ഞാൽ ഓൺലൈനായിട്ട് വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല കിടിലനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ ഏതാണെന്നും എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ വിഡ്രോവൽ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാം എന്നതിനെ പറ്റി തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യാവുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഇവിടെ നമ്മൾ സർവേസ് അറ്റൻഡ് ചെയ്തിട്ടാണ് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സർവേ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ നമുക്ക് സർവേസ് മാത്രമേ ഏണിങ്സ് ആയിട്ട് കിട്ടത്തുള്ളൂ. നിങ്ങൾക്കിപ്പോൾ സർവേ അറ്റൻഡ് ചെയ്ത് ഫെയിലായി പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സർവേ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് നിങ്ങൾ സർവേ അറ്റൻഡ് ചെയ്ത് എന്ത് ചെയ്യുക, ഒരു എക്സ്പീരിയൻസ് ആവുക. എന്ന് വെച്ചാൽ നമ്മളൊരു 2-3 സർവേ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തൊക്കെയാണ് എങ്ങനെയാണ് സംഭവങ്ങളെന്നൊക്കെ. അതിന് നിങ്ങൾ ഈ ഒരു സൈറ്റ്, ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നിങ്ങൾ ചെയ്യുമ്പം സർവേസ് ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരെന്ത് ഓപ്ഷൻ ചോദിച്ചാലും നോ എന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യരുത്, എൻ്റർ ചെയ്യരുത്. എന്ത് ചോദിച്ചാലും ഒരിക്കലും നോ എന്ന് പറയരുത്. ഇപ്പം വീട്ടിൽ കാറുണ്ടോ, ബൈക്കുണ്ടോ, TV ഉണ്ടോ, AC ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ചിലപ്പോൾ AC ഒന്നും ഇല്ലാത്തവർ കാണും. അങ്ങനെയുള്ളവർ നോർമലി നമ്മൾ എന്ത് ചെയ്യും, നോ എന്നടിക്കും. അത് പാടില്ല, എസ് എന്നടിക്കണം. കാരണം നമ്മൾ ചിലപ്പോൾ അവരടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആ ഒരു മാറ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം നമ്മൾ അത് നമ്മുടെ കയ്യിലില്ലെങ്കിൽ, അല്ല നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അയാളോട് പിന്നെ അതിനെപ്പറ്റി ചോദിച്ചിട്ട് കാര്യമുണ്ടോ, ഇല്ല. അതുകൊണ്ടാണ് അവർ പിന്നെ സർവേസിൽ നമ്മൾ ഫെയിലായി പോകുന്നത്. അപ്പോൾ എന്ത് ഓപ്ഷൻ ചോദിച്ചാലും എങ്ങനെ ചോദിച്ചാലും നോ എന്ന ആൻസർ വരാത്തക്ക രീതിയിൽ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യണം. എല്ലാ ദിവസവും അല്ലെങ്കിൽ ടൈം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സർവേ അറ്റൻഡ് ചെയ്യുക. ഫെയിലായി പോയാലും കുഴപ്പമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ആദ്യമൊക്കെ ഒന്ന് ഫെയിലായി കഴിഞ്ഞാലും പിന്നെ നിങ്ങൾക്ക് ആ ഒരു ട്രിക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, പാസ്സാവുന്നതാണ്. അപ്പം ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻസിനൊക്കെ എസ് അടിക്കുക, നോ അടിക്കാൻ പാടില്ല. രണ്ടാമത്തേത് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. നിങ്ങൾ റെഗുലറായിട്ട് ഇതിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന ആൻസറിൽ നമ്മളെപ്പോഴും ഉറച്ചു നിൽക്കുക. ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, ഇപ്പം ജോലി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ജോലി കാണത്തില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ജോലി ഉണ്ടെന്ന് കൊടുക്കണം. അതുപോലെ തന്നെ ജോലി കൊടുക്കുമ്പോൾ നല്ല ഹൈ ലെവലിലുള്ള ജോബ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. പക്ഷേ തിരഞ്ഞെടുക്കുന്ന ജോലിയും കൊടുക്കുന്ന ഡീറ്റെയിൽസിലും എല്ലാം നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, ഒരു ഉറപ്പുണ്ടായിരിക്കണം. രണ്ടാമത് അവർ പിന്നെയും ചോദിക്കുമ്പോഴത്തേക്കിനും നിങ്ങൾ എന്ത് ചെയ്യരുത്, മാറ്റി കൊടുക്കരുത്. ആദ്യമേ ഏത് ഓപ്ഷനാണ് കൊടുത്തത് അത് തന്നെ എന്ത് ചെയ്യാൻ, സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഇതിൽ സർവേസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സർവേയിൽ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പേരും ലിങ്കും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസിൽ എത്താവുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ പേര് വന്നിട്ടെന്ന് പറഞ്ഞാൽ സാപ്പ് സർവേ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ Gmail ID കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് സർവേ ഉണ്ട്, ബെസ്റ്റ് മാച്ച് സർവീസ് ഉണ്ട്, ഹൈ വാല്യൂ കിട്ടുന്ന സർവീസ് ഉണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഈ ഡെയിലി ക്യാഷ് സർവേ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ദിവസവും 0.1, 0.2 വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സർവേ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ബോണസ് പോയിൻ്റ് പോലെ. പിന്നുള്ളത് ബെസ്റ്റ് മാച്ച് സർവീസ്. ദീസ് സർവീസ് മാച്ച് ടു യുവർ ബെസ്റ്റ് സർവീസ് അവൈലബിൾ ഫോർ യു. അപ്പോൾ നമുക്ക് മാച്ച് ആയിട്ടുള്ള ബെസ്റ്റ് സർവീസ് വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. അതല്ലാതെ ഹൈ വാല്യൂ സർവീസ്, നമുക്കിപ്പം എമൗണ്ട് കൂടുതലുള്ള സർവീസ് വേണമെങ്കിൽ അത് ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ്.
അപ്പോൾ ഞാൻ ജസ്റ്റ് വെൽക്കം സർവേ $2 എന്നുള്ളത് ജസ്റ്റ് ഞാൻ നിങ്ങളെ അറ്റൻഡ് ചെയ്ത് കാണിക്കാം. സ്റ്റാർട്ട് സർവേ കൊടുക്കുക. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് 1000 ബ്രാൻഡേഴ്സിന് നമുക്ക് എന്താണ് ഈ ഒരു സർവേയിലായിരിക്കും അവർ ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കണം, കറക്റ്റ് ആൻഡ് ട്രൂവറി ആയിരിക്കണം അതാണ് പറയുന്നത്. ഓക്കെ, ഐ വിൽ ഹോണസ്റ്റ് എന്ന് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. ഹൗ മച്ച് ഡു യു തിങ്ക് വി ഹാവ് എന്താണ് സാബേഴ്സ് ആൻഡ് ടു ഫോർ യൂസിങ്. അപ്പോൾ സർവേയിൽ നിങ്ങൾ എത്ര ഹൗ മച്ച് എത്ര ക്യാഷാണ് ഏൺ ചെയ്യാൻ താല്പര്യമുള്ളതെന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കൂടിയത് തന്നെ കൊടുക്കുക, കൺഫേം അടിക്കുക. അപ്പോൾ ലാസ്റ്റ് ടൈം ചെക്കിട ഇതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക, എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. അത് കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്നത് ഹൗ ക്യാൻ യു ഏൺ ഇൻ സാബ് സർവേ. സാബ് സർവേയിൽ എന്താണ് നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഫുള്ള് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. സർവേ ഉണ്ട്, ഡെയിലി സർവേസ് ഉണ്ട്, എന്താണ് പിന്നെ എന്താണ് സാബേഴ്സ് റിവാർഡ്സ് ഉണ്ട്, റെഫറൽസ് ഉണ്ട്, ഡെയിലി ചെക്കിംഗ് ഉണ്ട്, ഓൾ അബൌവ് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏത് രീതിയിലാണ് ക്യാഷ് വിഡ്രോവൽ ചെയ്യേണ്ടതെന്ന്. പേപ്പാലുണ്ട്, ആമസോൺ ഉണ്ട്, അല്ലാതെ എന്താണ് കാർഡ് ഓപ്ഷൻ ഉണ്ട്, സ്റ്റാർബക്സ് ഉണ്ട്, ഓൾ ഓഫ് ദ ആൻഡ് 3 അഡീഷണൽ ഗിഫ്റ്റ് കാർഡ് ഉണ്ട്. ഏത് രീതിയിലാണെന്ന് വെച്ചാൽ കൊടുക്കുക. ഞാൻ ജസ്റ്റ് പേപ്പാലാണ് കൊടുക്കുന്നത്. ഓൾ സെലക്ട് ചെയ്യുക. കണ്ടോ, വെൽ ഡൗൺ ദ ക്യാഷ് ഇൻ യുവർ അക്കൗണ്ട്. പ്രൊഫൈൽ സർവേ ഏൺ 0.5 കംപ്ലീറ്റ് ദി സർവേ അൺലോക്ക് അസിസ്റ്റ് ടു ദ ബെസ്റ്റ് സർവേ. അപ്പോൾ നമ്മൾ പ്രൊഫൈലും കൂടി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ $0.05 കൂടി നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നതാണ്. അതുകൂടാതെ ഇതിൻ്റെ റിവാർഡ്സ് ബോണസ് റിവാർഡ്സും കൂടി നമുക്ക് കിട്ടുന്നതാണ്. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക. കണ്ട, ഇപ്പം നമുക്ക് ഇവിടെ ബാലൻസ് എത്രയുണ്ട്, $2 ഓൾറെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉണ്ടോ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എന്നിട്ട് ഇത് ഇവിടെ അടുത്ത പ്രൊഫൈൽ സർവേ വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് ക്ലിക്ക് കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ നോർമലായിട്ടുള്ള കാര്യങ്ങളെ അവർ ചോദിക്കത്തുള്ളൂ. മെയിലാണോ ഫീമെയിലാണോ, വരുമാനം ഉണ്ടോ, ജോലി എത്രയാണ്, അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് 0.5 എൺ ചെയ്യുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ. സർവേ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ് ഫോളോ ചെയ്യുക. പിന്നെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് റെഫറൽ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുക. ഇവിടെ ഒരു എന്താണ് ലിങ്ക് ഉണ്ട്, അത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ആ ലിങ്ക് വഴി കയറാൻ പറയുക, എന്നിട്ട് ക്യാഷ് ഏൺ ചെയ്യുക. പിന്നുള്ളത് ക്യാഷ് ഔട്ട് ഓപ്ഷനാണ്. നമ്മൾ എന്താണ് $10 ആയി കഴിഞ്ഞിട്ടാണ് ക്യാഷ് നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ പറ്റുന്നത്. കണ്ടോ, ഓൺലി യു റീച്ച് ഓവർ $10 യു ക്യാൻ ക്യാഷ് ഔട്ട്. $10 ആയി കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി എനിക്ക് എത്രയുണ്ട്, $2 ഉണ്ട്. ഇനി എത്ര ഡോളറും കൂടി മതി, $8 കൂടി ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ക്യാഷ് ഓപ്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ക്യാഷ് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റും. $10 ആയി കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഈ കണക്റ്റ് പേപ്പാൽ സെലക്ട് ചെയ്തിട്ട് പേപ്പാലിൻ്റെ ഇമെയിൽ ID കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്ത് ക്യാഷ് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ആപ്ലിക്കേഷനാണ്. എന്താണ് സർവീസൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.